ചിത്രരഥന്റെ കൊട്ടാരത്തിലെ അറകളിലായിരുന്നു ശിക്ഷ. 7 പകലും 7 രാത്രിയും നീണ്ടുനിന്ന കൊടും പീഡനങ്ങൾക്ക് ശേഷം അവരെനിക്ക് ശബ്ദം തിരിച്ചു തന്നു. ഒരു വ്യവസ്ഥയിൽ. എൻ്റെ ഈ ശബ്ദം നിന്നോട് സംസാരിക്കാൻ പാടില്ല. അയ്യോ. പക്ഷേ നിന്നോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ശബ്ദം എന്തിന്? അപ്പോ നമ്മൾ ഈ കാണുന്നോണ്ട് വീണ്ടും ശിക്ഷ ഉണ്ടാവുമോ? അവിടെ അറിഞ്ഞാൽ ഇനി ശിക്ഷ വന്നാൽ അത് വരുന്നത് ദേവേന്ദ്രന്റെ കൊട്ടാരത്തിൽ നിന്നായിരിക്കും. എന്തിനായിരുന്നു ശിക്ഷകൾ? എന്ത് തെറ്റിന്? തെറ്റുകൾ തെറ്റുകൾ. അവർ പറയുമ്പോൾ എല്ലാം തെറ്റുകളാണ്. സ്വർഗത്തെ സംബന്ധിച്ച് സത്യങ്ങൾ അറിയേണ്ടവനായ ഗന്ധർവൻ മനുഷ്യനാകാൻ മോഹിച്ചു, മരണം കാംക്ഷിച്ചു. ആദ്യ ദർശനത്തിൽ തന്നെ അവളുടെ കന്യകാത്വം ചോർത്തിയെടുത്ത് അവളെ ദാസിയും പരിചാരികയും ഇരയും അടിമയും ആക്കാതെ ഇരുന്നത് ഗന്ധർവന്റെ തെറ്റ്. നിശാസഞ്ചാരിയായി അടിമയ്ക്ക് മാത്രം ദൃശ്യനായി അന്തരീക്ഷത്തിൽ തെന്നി നടക്കേണ്ട ഗന്ധർവൻ അവളുടെ കൽപ്പന പ്രകാരം സൂര്യ സാന്നിധ്യമുള്ള പകലുകളിലേക്ക് ഇറങ്ങി വന്ന് മറ്റ് സാധാരണ മനുഷ്യർക്കും കൂടി ദൃശ്യനാകാൻ തുനിഞ്ഞത് തെറ്റ്. അവരുടെ കർണങ്ങൾക്ക് അമൃതാകാൻ തീരുമാനിച്ചത് ധിക്കാരം. അടിമയുടെ അടിമയായി മാറിയ ഗന്ധർവൻ അവളുടെ ഇച്ഛയ്ക്ക് തോടിയെത്താൻ വേണ്ടി വിധിപ്രകാരം മാരടത്തിൽ അണിഞ്ഞു നടക്കേണ്ട രുദ്രാക്ഷം എന്ന ഈ അപൂർവ രത്നത്തെ അവൾക്ക് സമ്മാനിച്ചത് അഹങ്കാരം. അങ്ങനെ അങ്ങനെ ഓരോ തെറ്റിനും ഉണ്ടായിരുന്നു ശിക്ഷകൾ. മനസ്സും ശരീരവും മുറിക്കുന്ന ശിക്ഷകൾ. ശിക്ഷയിലൂടെ പ്രായശ്ചിത്തം തന്ന് എന്നെ വീണ്ടും ഭൂമിയിൽ സ്വതന്ത്രനാക്കിയിരിക്കുകയാണ്. ഒരിക്കലും നിന്നെ കാണാനോ നിന്നെക്കുറിച്ച് ഓർക്കാനോ പാടില്ലെന്ന ഉഗ്രശാസനയോടെ. കണ്ടോന്നറിഞ്ഞാൽ? അറിയില്ല. എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചാണ് ഞാൻ നിന്റെ അടുത്ത് എത്തിയത്. പ്രകൃതിയുടെ ചാരന്മാർക്ക് എന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ 2 പകലും 2 രാത്രിയും നിന്നെ കാണാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയായിരുന്നു. ചാരന്മാരുടെ കണ്ണു വെട്ടിക്കാൻ ഇന്നേ കഴിഞ്ഞുള്ളൂ. ഈ രാത്രി അവരുടെ കണ്ണിൽ പെടാതെ ഇരുന്നാൽ, ഈ ചന്ദ്രൻ അസ്തമിക്കും വരെ നമ്മൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഞാനവരെ ജയിച്ചു. എനിക്ക് പിന്നെ മനുഷ്യനാകാം. കെണിയുടെയും ചതിയുടെയും ക്രൂരതയുടെയും ലോകത്തോട് വിട പറയാം. സിദ്ധിയുടെയും ശാപത്തിന്റെയും ശൽക്കങ്ങൾ ഈ രാത്രി കൊണ്ട് കൊഴിച്ചു കളയാം. നാളെ മുതൽ നിന്റേതാകാം. ദേവലോകത്തിന്റെ
സൂര്യനിലെ അഗ്നിയുടെ മൂർത്തിമദ്ഭാവമായ ഗന്ധർവ, നീ വീണ്ടും കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. നിസ്സാരയായ ഭൂമിയുടെ സത്തയാകാനുള്ള അധമമോഹം ഉപേക്ഷിക്കാത്തതിന് നിനക്കുള്ള ശിക്ഷകളുടെ ആരംഭമായിരിക്കുന്നു. ആരാണിത്? നിന്നെ ചൂഴ്ന്നു നിൽക്കുന്ന കൊടിയ വിപത്തുകളെപ്പറ്റി നിനക്ക് മുന്നറിയിപ്പ് തരാൻ വേണ്ടി എത്തിയവൻ ത്രികാലജ്ഞനായ ഞാൻ. എന്റെ പിതാവും മാതാവുമായ ബ്രഹ്മദേവന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നു. നിനക്ക് തെറ്റിയിട്ടില്ല മകനെ. വാശി തീർക്കും പോലെ ഗന്ധർവന്റെ പാപങ്ങളുടെ പട്ടിക പെരുകിക്കൊണ്ടിരിക്കുന്നു. എന്തു പാപങ്ങൾ? ചിന്താശേഷിയിൽ വിഷം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നിന്നോട് തർക്കിക്കാൻ മകനെ ഞാൻ അളന്നു. നീ നിന്റെ വരും വിധി അറിയുക. സൂര്യസ്പർശമുള്ള പകലുകളിൽ ഇനി നീയില്ല. പകലുകൾ നിന്നിൽ നിന്ന് ചോർത്തിക്കളഞ്ഞിരിക്കുന്നു. ചന്ദ്രസ്പർശമുള്ള രാത്രികൾ. നിനക്കിനി ആകെയുള്ളത് ഇന്നത്തെ ഈ രാത്രി മാത്രം. ഇന്നത്തെ രാത്രിയുടെ 17ാമത്തെ കാറ്റ് വീശാൻ തുടങ്ങുമ്പോൾ നീ ഈ ഭൂമിയിൽ നിന്ന് യാത്രയാണ്. ഒരിക്കലും തിരിച്ചു വരവില്ലാത്ത യാത്ര. ഒന്നിനും നിന്നെ തിരികെ വിളിക്കാനാവില്ല. നീ സമ്മാനിച്ച രുദ്രാക്ഷം ഈ നിമിഷം മുതൽ അവളുടെ കഴുത്തിൽ ശക്തിഹീനമായ വെളുത്ത മണൽക്കട്ട. മഹാതാമിശ്ര നരകത്തിലെ വിഷശൂലങ്ങളും സർപ്പങ്ങളും ചോരവഴക്കുന്ന തറയും ഗന്ധർവന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്നു. ഒരു പോംവഴി, ഒരേ ഒരു പോംവഴി ത്രികാലജ്ഞനായ നിന്റെ പിതാവ് നിന്നെ അറിയിക്കുന്നു. നിന്റെ പാതിയാകാൻ വെമ്പി നിൽക്കുന്ന ഈ ഭൂമികന്യകയുടെ ഉള്ളിൽ നിന്ന് നിന്റെ ഓർമ്മയും നിന്റെ ഉള്ളിൽ നിന്ന് അവളുടെ ഓർമ്മയും മായ്ച്ചു കളഞ്ഞിട്ട് ഭൂമിയും സ്വർഗവും തമ്മിലുള്ള ബന്ധം അറുത്തിട്ട് ഇവിടെ നിന്ന് യാത്ര ആരംഭിച്ചാൽ നിന്റെ ശിക്ഷകളുടെ കാഠിന്യം കുറഞ്ഞു കിട്ടും. ഭൂമി ഉപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവിടെ പങ്കിലയാക്കി തള്ളിയില്ലെങ്കിൽ മനുഷ്യനോ ഗന്ധർവനോ അല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന വികൃത ജീവിയായി കോടികൽപ്പങ്ങൾ നിനക്ക് കഴിയേണ്ടി വരും. സാരമില്ല അച്ഛാ, എനിക്ക് ഈ ഓർമ്മ മതി.